സൂപ്പർ കപ്പിലെ നിലവിലെ ചാമ്പ്യന്മാരായിട്ടുള്ള ഈസ്റ്റ് ബംഗാൾ എഫ്സിക്കെതിരെ 2-0 വിജയം സ്വന്തമാക്കി സൂപ്പർ കപ്പ് ക്വാർട്ടർ ഫൈനലിലേക്ക് കടന്നിരിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ്. കാറ്റാല തന്റെ ആദ്യ മത്സരത്തിൽ തന്നെ വിജയം കണ്ടെത്താൻ സാധിച്ചു. അടുത്ത ബ്ലാസ്റ്റേഴ്സിന് ക്വാർട്ടർ ഫൈനൽ മത്സരമാണ്. എതിരാളികൾ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ്. ഏപ്രിൽ 26 ആ മത്സരം നടക്കുക. എന്തായാലും ക്വാർട്ടർ ഫൈനൽ ബ്ലാസ്റ്റേഴ്സിനെ കാത്തിരിക്കുന്ന എതിരാളികൾ ശക്തർ തന്നെയാണ്. 4-4-2 എന്നൊരു ഫോർമേഷനിലാണ് കാറ്റാല ഇന്നലെ കേരള ബ്ലാസ്റ്റേഴ്സിനെ അണിനിരത്തിയത്. ഡിഫൻസീവായിട്ട് സ്ട്രോങ് ആയിക്കൊണ്ട് തന്നെ മുന്നേറ്റത്തിൽ നല്ല ശ്രദ്ധ കൊടുത്തുകൊണ്ടായിരുന്നു കാറ്റാലയുടെ ഫോർമേഷനിലെ തന്ത്രം. എന്തായാലും അത് ഫലിക്കുക തന്നെ ചെയ്തു. എന്തായാലും ബ്ലാസ്റ്റേഴ്സിനൊരു ക്ലീൻ ഷീറ്റ് വിജയം എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല. ഇന്നലെ ഡിഫൻസ് അത്യാവശ്യം സ്ട്രോങ് തന്നെയായിരുന്നു. ഇനി വരുന്ന മത്സരങ്ങളിലും ഡിഫൻസീവ് നല്ല സ്ട്രോങ് ആക്കേണ്ടതുണ്ട്. ഒരുപാട് മിസ് പാസസുകളും ബ്ലാസ്റ്റേഴ്സിന്റെ പ്ലേയേഴ്സിന്റെ ഭാഗത്ത് നിന്ന് ഇന്നലെ ഉണ്ടായിട്ടുണ്ട്. മുന്നേറ്റത്തിൽ ഹീസസ് സെമിനെ തന്റെ ലക്ഷ്യം കാണാതെ പോയതും ബ്ലാസ്റ്റേഴ്സിന് ഇന്നലെ ഒരുപാട് ഗോൾ അടിക്കാനുള്ള അവസരമാണ് നഷ്ടപ്പെടുത്തിയത്. അവസാനം പെനാൽറ്റി നേടിയെടുത്ത നോവാ സദോയി ജീസസ് ജിമിനസിന് പെനാൽറ്റി അടിക്കാൻ അവസരം കൊടുക്കുകയായിരുന്നു. അങ്ങനെ ജീസസ് ജിമിനസ് പെനാൽറ്റിയിലൂടെ ഒരു ഗോൾ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി നേടി. എന്തായാലും രണ്ടാം പകുതിയിലായിരുന്നു നോവാ സദോയുടെ ഒരു അത്യുഗ്രൻ ഒരു ബുള്ളറ്റ് ഷോട്ട്. അതെടുക്കാൻ പ്രപ്സുവൻ ഗില്ലിന് സാധിച്ചിരുന്നില്ല. എന്തായാലും കളിയിലെ താരം നോവാ സദോയി തന്നെയായിരുന്നു. പെനാൽറ്റി നേടിയെടുക്കാനും ഗോൾ അടിക്കാനുമുള്ള അവസരം നോവാ സദോയിയാണ് ഉണ്ടാക്കിയത്. ആദ്യ പകുതിയിൽ തന്നെ നോവാ സദോയി ഒരുപാട് അവസരങ്ങൾ സൃഷ്ടിച്ചിരുന്നു. എന്തായാലും കാറ്റാലയുടെ സിസ്റ്റത്തിൽ നോവാ സദോയി ഒരു പ്രധാനപ്പെട്ട താരമാണെന്ന് ഇന്നലത്തെ കളിയിൽ എടുത്തു പറയേണ്ടതുണ്ട്. അതിന്റെ തെളിവാണ് ഇന്നലെ നോവാ സദോയി നടത്തിയ പ്രകടനം. നോവയെ നന്നായി യൂസ് ചെയ്യാൻ കാറ്റാലയ്ക്ക് സാധിച്ചിട്ടുണ്ട്. അതുപോലെ മിയോസ് ട്രിങ്കിച്ചിനെയും ഡിഫൻസിൽ നല്ലതായിട്ട് യൂസ് ചെയ്യാൻ കാറ്റാലയ്ക്ക് സാധിച്ചു. ഡുസാൻ ലഗാറ്റോറിനെ ഒരു സെന്റർ മിഡ്ഫീൽഡർ റോളിലാണ് കാറ്റാല ഇന്നലെ കളത്തിലിറക്കിയത്. അത് അദ്ദേഹം ഭംഗിയായി പൂർത്തീകരിച്ചു. ഇന്നലത്തെ മത്സരത്തിൽ ഹീസസ് ജിമിനസിന് തന്റെ നിലവാരത്തിനൊത്ത് ഉയരാൻ സാധിച്ചിരുന്നില്ല. എന്തായാലും ജീസസ് ജിമിനസ് തന്റെ പിടികളെല്ലാം പരിഹരിച്ച് അടുത്ത മത്സരത്തിൽ മുന്നേറ്റത്തിൽ നല്ലൊരു ഇമ്പാക്ട് കൊണ്ടുവരാൻ താരത്തിന് സാധിക്കുമെന്ന് പ്രതീക്ഷിക്കാം. ഇന്നലെ മത്സരത്തിനിടെ അഡ്രിയൻ ലൂണയ്ക്ക് പരിക്ക് പറ്റി പിൻവലിക്കുകയാണ് ചെയ്തത്. എന്നാൽ മത്സരത്തിന് ശേഷം കാറ്റാല പറഞ്ഞത് ലൂണയുടെ പരിക്ക് അത്ര സാരമില്ലാത്തതാണ്. വിന്നിംഗ് മെന്റാലിറ്റി കീപ്പ് ചെയ്തുകൊണ്ട് തന്നെ വരുന്ന മത്സരങ്ങളെ നേരിട്ടാൽ മാത്രമേ ബ്ലാസ്റ്റേഴ്സിന് വിജയിക്കാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ ഇന്നലത്തെ മത്സരത്തിൽ ഒരു നെഗറ്റീവ് സൈൻ എന്തെന്ന് വെച്ചാൽ ബ്ലാസ്റ്റേഴ്സിന്റെ പ്ലേയേഴ്സിന്റെ ഭാഗത്തു നിന്നുള്ള മിസ്പാസുകളാണ്. അനാവശ്യമായിട്ടുള്ള മിസ്പാസുകളാണ് ബ്ലാസ്റ്റേഴ്സിന്റെ പ്ലേയേഴ്സിന്റെ ഭാഗത്തു നിന്നുള്ള ഇൻഡിവിജ്വൽ മിസ്റ്റേക്കുകൾ. അതൊന്ന് പരിഹരിച്ചാൽ മിഡ്ഫീൽഡ് കുറച്ചുകൂടി മനോഹരമാകും. എന്നാലും ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത എതിരാളികൾ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് ആണ്. അവരുടെ സൂപ്പർ കപ്പിന് വേണ്ടിയുള്ള സ്കോഡിനെ ഇതേവരെ അവർ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ല. എന്നാലും മുഴുവൻ ഫോറിൻ സ്കോഡ് അവർക്ക് അവൈലബിൾ അല്ലായിരിക്കും. ഒരു ഇന്ത്യൻ സ്കോഡുമായിട്ടായിരിക്കും അവരിറങ്ങാൻ സാധ്യത. ഈ മികച്ച പ്രകടനം തുടർന്ന് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിനെതിരെ ഒരു വിജയം സ്വന്തമാക്കിയെടുക്കാൻ കാറ്റാല കിങ്സ് സംഘത്തിനും കഴിയട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.